നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വിഭവം എന്ന് പറയുന്നത് പുളിയിഞ്ചിയാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റായിട്ടുള്ള ഒരു പുളിയിഞ്ചി കറി. അപ്പോൾ അതിനായിട്ട് ഇതുപോലെ ഒരു ഉരുളി വെച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. എന്നിട്ട് 300 ഗ്രാം ഇഞ്ചിയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. നന്നായിട്ട് കട്ട് ചെയ്ത് നല്ല ചോപ്പ് ചെയ്താണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. ഇഞ്ചി മൂത്ത് വരാനായിട്ട് കുറച്ച് സമയം എടുക്കും കേട്ടോ. നമുക്ക് കൈയെടുക്കാതെ തന്നെ ഇത് ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം. പിന്നെ കുറച്ച് ബ്രൗൺ കളറായിട്ട് വരുമ്പോഴത്തേനും നമുക്കിതിലേക്ക് പച്ചമുളക് ചേർക്കാം. ഒരു 10 പച്ചമുളകാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. അത് വട്ടത്തിൽ അരിഞ്ഞതാണ്. അതും ചേർത്ത് എടുത്തിട്ടുണ്ട്. 2-3 കതിര് കറിവേപ്പിലകൾ ചേർത്തെടുത്ത് നമുക്ക് നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കാം. നമ്മുടെ ഇഞ്ചിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇനി വേണ്ടത് 300 ഗ്രാം പുളിയാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ ചെറിയ ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി പിഴിഞ്ഞ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വെട്ടി തിളയ്ക്കണം. എന്നിട്ടാണ് നമ്മളിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ഇത് നന്നായിട്ട് വെട്ടി തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ 2 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതോട് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് 1 ടീസ്പൂൺ ഉലുവ പൊടിച്ചതാണ് കേട്ടോ. അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ കായത്തിൻ്റെ പൊടി അത് 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ശർക്കരയാണ് കേട്ടോ. അപ്പോൾ 300 ഗ്രാം ശർക്കര ഞാൻ ഉരുക്കി അരിച്ച് വെച്ചിട്ടുണ്ട്. അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് യോജിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വറ്റി വരണം. കണ്ടോ, ഇതുപോലെ തിളച്ച് നന്നായിട്ടൊന്ന് വറ്റി വരട്ടെ. അപ്പോൾ നമ്മുടെ പുളിയിഞ്ചിയൊക്കെ നന്നായിട്ട് തിളച്ച് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, മേളിലിങ്ങനെ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ബബിൾസ് പോലെ ഇങ്ങനെ പൊട്ടി വരും. അതാണ് ഈ പുളിയിഞ്ചിയുടെ പാകം എന്ന് പറയുന്നത്. പാട്ടി പോലെയായിട്ട് നമ്മുടെ പുളിയിഞ്ചി കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് കടുക് താളിച്ചാണ് കേട്ടോ ഞാൻ ഒഴിക്കുന്നത്. കടുക് പൊട്ടിയതിന് ശേഷം കുറച്ച് ഉണക്കമുളകും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് താളിച്ച് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഓണം ആശംസിച്ചുകൊണ്ട് അടുത്തൊരു വിഭവമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.